ഇത്തിരി പോന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. എല്ലാവരുടെയും മനസ്സിലെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടാമത്തെ പശുവിനെ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. ഒരാളെ ഞാൻ മുമ്പ് കാണിച്ചു, അപ്പം വേറൊരാളാണ്. അവളെ ഞാനിന്ന് കാണിക്കാം. 4 പേരെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിൽ രണ്ടാമത്തെ ആളാണ് ഇയാൾ. ഇവള് കൊണ്ടുവന്ന് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവള് പ്രസവിച്ചു. കുട്ടി കാളക്കുട്ടിയായിരുന്നു. കൂടുതലും ഞങ്ങൾക്കിവിടെ കാളക്കുട്ടി തന്നെയാണ്. അപ്പോൾ കാളക്കുട്ടിയാണ്. ഇവക്കിപ്പോൾ പാല് ഇപ്പം 15 കൂടുതലായി കേട്ടോ. 2 നേരം കൂടെ 15 ലിറ്ററിൽ കൂടുതലായി. ഈ മഹാലക്ഷ്മി ഇപ്പുറത്ത് നിൽക്കുന്ന ഇവൾ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നൊക്കെ വീഡിയോ ചെയ്യാൻ വരുമോ ഇവൾ ഇവിടെ നിന്ന് എന്നെ കുറുമ്പ് കാണിക്കും. ഇവക്ക് എന്തോ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ സ്നേഹം കൂടിയിട്ടാണോ എന്നറിയില്ല. ഇനി ചോദിക്കണം, അവളോട് തന്നെ ചോദിക്കണം, എന്തിനാ നീ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നേ എന്ന്. അവൾ മുമ്പേ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അവൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു, ആ ക്യാമറ കാണുമ്പോഴാണെന്ന് തോന്നുന്നു അവൾക്ക്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടാമത്തെ പശു നല്ല പശുവാണ്. 2ാം പേരാണ് കേട്ടോ. 2ാം പേരാണ്. നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ 2ാം പേർ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. എടുക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ അളവ് കൂടുതലായിരിക്കും. 1ാം പേരാകുമ്പോൾ പാലളവ് കുറവായിരിക്കും. പിന്നെ 1 വർഷം കഴിഞ്ഞ് പിന്നെ പ്രസവിച്ച് വരുമ്പോഴൊക്കെ പാലിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം കഴിവതും എടുക്കുന്നവർ 2ാം പേർ എടുക്കാൻ ശ്രമിക്കണം. 1ാം പേരും കുഴപ്പമില്ല, പക്ഷേ അത് കുറച്ചൊരു പാലിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. പിന്നെ നമ്മുടെ തീറ്റക്രമം അത് ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പശുവിന് കൊടുക്കുന്ന തീറ്റ. ഇപ്പോൾ എനിക്ക് നമ്മുടെ കോഴി ഒരാൾ അവിടെ നിന്ന് ബഹളം കാണിക്കുകയാണ്. ഞാനൊന്ന് പോയി കോഴിയെ ഒന്ന് ഓട്ടിക്കട്ടെ, ഓടിച്ച് കൂടും അടയ്ക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പിരിയുന്നു നമ്മൾ ഇനിയെന്നു കാണുമെന്നറിയാതെയുള്ളൊരു നൊമ്പരത്താൽ വിഴിയൊന്നുടക്കി വലിച്ചിരുന്നു. പലതും പറയാൻ കൊതിച്ചിരുന്നു. യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകുമ്പോഴും പല വേള നമ്മൾ തിരിഞ്ഞു നിന്നു. ഒടുവിലാ കാഴ്ച മറഞ്ഞിടുമ്പോൾ ഒരു മിഴി നീർപ്പൂവിറുത്തു തന്നു. സീമന്തരേഖയിൽ ഞാനിട്ട സിന്ദൂരം എങ്ങനെ മാഞ്ഞു പോയി സീമന്തിനി. മഞ്ഞച്ചരടിൽ തിളങ്ങി നിന്ന മണിത്താലിന്നെങ്ങു പോയി സീമന്തിനി. കാലിന്നെങ്ങു പോയി സീമന്തിനി. തങ്കവളയിട്ട താമര കൈകളിൽ തന്നു നിനക്കു ഞാൻ മന്ത്രകോടി. ഞാൻ നാളെ പറയാം നമ്മുടെ പശുവിന് എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നാളെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എനിക്ക് സമയമില്ല. നാളെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചാണകത്തിൻ്റെ ഷെഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിലോട്ട് പറയാം.